കളമശ്ശേരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കുറി അധികാരം പിടിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി 30 വർഷമായി കളമശ്ശേരിയുടെ ജനതയ്ക്ക് നേരെ നടത്തുന്ന കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ധിക്കാര ഭരണം, അഴിമതി ഭരണം ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. കളമശ്ശേരിയിലെ ജനങ്ങൾ ഒന്നായി ഒറ്റക്കെട്ടായി എല്ലാ തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് UDFിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കാത്തിരിക്കുന്നൊരു നിമിഷമാണ് ഡിസംബർ 9-ാം തീയതി. 46 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കളമശ്ശേരിയിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇതുവരെ നോക്കാതെ കാണാതിരുന്നവർക്ക്, കണ്ണടച്ചിരുന്നവർക്ക്, അഴിമതി മാത്രം കൈമുതലാക്കിയവർക്ക്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടായിട്ടും ഏറ്റവും കുറച്ചു മാത്രം വികസന പ്രവർത്തനം നടത്തുന്നവർക്ക് എതിരായി ജനം വിധിയെഴുതാൻ പോവുകയാണ്. കളമശ്ശേരിയിൽ ഒരു പൊതു ശൗചാലയമില്ല, കളമശ്ശേരിയിൽ നല്ലൊരു മാർക്കറ്റില്ല, നല്ലൊരു കളിസ്ഥലമില്ല, നല്ലൊരു കൺവെൻഷൻ സെൻ്ററില്ല. കളമശ്ശേരി ജനങ്ങൾക്ക് എന്താണ് ഈ 30 കൊല്ലമായി UDF നൽകിയത് എന്ന ചോദ്യത്തിന് അവർ മറുപടി പറയുന്നില്ല. കളമശ്ശേരി നഗരസഭയുടെ ഓഫീസാകട്ടെ കഴിഞ്ഞ 30 കൊല്ലമായി കളമശ്ശേരി പഞ്ചായത്തായിരുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട PA ബീരാക്കുട്ടി, കളമശ്ശേരിയിലെ ജനങ്ങളുടെ വികാരമായിരുന്ന PA ബീരാക്കുട്ടി അദ്ദേഹം വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഇപ്പോഴും 30 കൊല്ലമായി കളമശ്ശേരിയുടെ ആസ്ഥാന മന്ദിരം തുടരുന്നത്. ആധുനിക കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ സേവനങ്ങൾ നൽകാൻ ആധുനികമായ സൗകര്യങ്ങൾ ആവശ്യമാണ്. കൊച്ചിൻ കോർപ്പറേഷൻ പുതിയ ആസ്ഥാന മന്ദിരം പണിതു, ഏലൂർ നഗരസഭ പുതിയ ആസ്ഥാന മന്ദിരം പണിതു. കളമശ്ശേരിക്ക് എന്തുകൊണ്ട് പാടില്ല? കളമശ്ശേരിക്ക് ചെയ്യാൻ കഴിയാത്തത് കളമശ്ശേരി ഭരിക്കുന്നവർ അഴിമതിയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, സ്ഥാപിതമായ താല്പര്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള നിലപാടുകൾ, ഇതിനെതിരായി ജനാധിപത്യ ബോധമുള്ള കളമശ്ശേരിയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരന്ന് പ്രതിഷേധിക്കുവാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്. ആ നിലയിൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ നിരവധി കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രക്രിയക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. മറ്റൊന്ന്, കളമശ്ശേരിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അഴിമതിയില്ലാത്ത ഒരു ഭരണ സംവിധാനം ഞങ്ങൾ കൊണ്ടുവരും. അഴിമതിയില്ലാത്ത ഭരണ സംവിധാനത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. അതോടൊപ്പം ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ളൊരു ഭരണമാക്കി മാറ്റും. അതിന് റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇവരെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു 3 മാസത്തിലൊരിക്കൽ കൗൺസിൽ അംഗങ്ങളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ടുള്ള ഒരു എക്സ്റ്റൻഡഡ് കൗൺസിൽ ഞങ്ങൾ ഉണ്ടാക്കും. തികച്ചും ജനാധിപത്യപരമായി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. വെള്ളക്കെട്ട് ഒരു വലിയ പ്രശ്നമാണ്, അതിന് പരിഹാരമുണ്ടാക്കും. കുടിവെള്ളം ഒരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരമുണ്ടാക്കും. അതോടൊപ്പം സ്ത്രീകൾ, കളമശ്ശേരിയിലെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളാണ്, വീട്ടമ്മമാരാണ്. ആ വീട്ടമ്മമാർ, വീടുകളിൽ ഇരിക്കുന്നവർ, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ വീടുകളിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു വരുമാനമാർഗമുണ്ടാക്കുന്ന പദ്ധതിക്ക് ഞങ്ങൾ രൂപം നൽകും. കളമശ്ശേരിയിൽ ഒരു കായിക സംസ്കാരമില്ല, കളമശ്ശേരിയിൽ ഒരു കലാസംസ്കാരം നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും മാനസിക ഉല്ലാസങ്ങൾക്കും ആവശ്യമായ ഒരു ഹാപ്പിനെസ് സംവിധാനം കളമശ്ശേരിയിൽ ഞങ്ങൾ ഒരുക്കും. ബഹുമാനപ്പെട്ട മന്ത്രി P രാജീവിൻ്റെ നേതൃത്വത്തിൽ കളമശ്ശേരിയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കളമശ്ശേരി കുതിച്ചുയരുന്ന ഒരു പ്രദേശമായി മാറുകയാണ്. ജുഡീഷ്യൽ സിറ്റി വരുന്നു, മെഡിക്കൽ കോളേജിന് ചേർന്നുകൊണ്ടുള്ള ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, 1000 കിടക്കകളുള്ള ആശുപത്രി വരാൻ പോകുന്നു. അങ്ങനെ നിരവധി നേട്ടങ്ങൾ കളമശ്ശേരിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നഗരസഭ വേണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക.